അധികാരവും സ്വാധീനവുമൊക്കെ മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന വെളിപ്പെടുത്തലുകളിൽ കുത്തിയൊലിച്ചു പോകുന്ന കാഴ്ചയാണ്. അതിജീവിതയെ ഒറ്റപ്പെടുത്തിയും വേട്ടക്കാരനു വേണ്ടി കൂക്കി വിളിച്ചും ധാർഷ്ട്യം കാട്ടിയവർ കസേരയൊഴിഞ്ഞ് രാജ്യരാമാനം ഓടുന്ന കാഴ്ച. അവൾക്ക് വേണ്ടി ഇറങ്ങിപ്പോയവർ തുടങ്ങിയ പോരാട്ടത്തിന്റെ കഥ AMMA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ രാജിയിലെത്തി നിൽക്കുന്നു. എനിക്കും പറയാനുണ്ട് എന്ന മീറ്റു തുടർച്ചയിൽ തട്ടിവീണും പറഞ്ഞു നിന്നും താരങ്ങൾ വെള്ളം കുടിക്കുകയാണ്. തുടർച്ചയായ വെളിപ്പെടുത്തലിൽ മുഖം നഷ്ടപ്പെട്ട MLA താരം ആദ്യം ചെങ്കൊടിയിട്ടും പിന്നീട് ചെങ്കൊടി മാറ്റിയും മറുവാദമുയർത്തി. സഭയിലെ കസേര വിടേണ്ട, നമുക്ക് പ്രത്യാക്രമണം നടത്താമെന്ന പാർട്ടിയും സഖാവിനൊപ്പമുണ്ട്. ഇപ്പോഴും നായകനോ മന്ത്രിയോ എന്ന സ്വയം ബോധ്യമാകാത്ത കേന്ദ്രമന്ത്രിയുടെ ഹാലിളക്കം മാധ്യമങ്ങൾക്ക് നേരെയായിരുന്നു. ദിസ് ഈസ് അവർ കോൾ ഫോർ ആക്ഷൻ എന്ന ഒറ്റ വരിയിൽ WCCയും നായികയുടെ ആക്ഷൻ ചിത്രം പങ്കുവെച്ച മഞ്ജു വാര്യരും പ്രതികരിക്കുമ്പോൾ കേരളത്തിലെ പെൺസമൂഹം ഒരുമിച്ച് കൈയടിക്കുന്നുണ്ട്. തിരിഞ്ഞോടിയോ താരങ്ങൾ എന്നാണ് ചോദ്യം. അവസാനം വന്ന ഒരു പ്രതികരണം കൂടി കണ്ട ശേഷം ചർച്ചയിലേക്ക്. AMMA നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാമെന്നാണ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം. സംഘടനയെ തകർത്ത ദിവസമാണ് ഇന്ന്. മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ AMMയെ നയിക്കാൻ ആർക്കുമാകില്ല. ഏറെ ഹൃദയവേദന തോന്നിയ നിമിഷമാണിതെന്നും ഗണേഷ് കുമാർ പറയുന്നു. സുരേഷ് ഗോപിയുടെ 50,000 രൂപ, മോഹൻലാലിന്റെ 50,000 രൂപ, മമ്മൂട്ടിയുടെ 50,000 ഈ 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് കൊണ്ട് തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് നശിച്ച ദിവസമാണ്. അതിൻ്റെ കാര്യമായി എല്ലാവർക്കും അതിന് ഇപ്പോൾ വന്നിട്ടില്ല. ഞാൻ എന്ത് പറയുന്നത് വേണ്ടിയിട്ട് എനിക്ക് വ്യക്തിപരമായി വേദനയുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മയിൽ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പുഴ രാജ്യം ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി BTH താമസിച്ചു, കോഴിക്കോട് പോയി മഹാറാണിയിൽ താമസിച്ചു. എല്ലാവരുടെയും മാമുപ്പയെ അടക്കം ഇവിടെ എല്ലാം ഇന്നസെൻ്റ് അടക്കമുള്ള വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ ഉണ്ടാക്കിയൊരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ചാൽ അത് ശിഥിലമാണ്. ഒരു സംശയം വേണ്ട. അതിന് കാറ്റുപോയി. നമുക്ക് അതിലും അംഗങ്ങളായിട്ടുള്ള ഇവിടെ എല്ലാവരും കൊണ്ട് നമുക്കറിയാം, നമ്മളിതിൻ്റെ കാറ്റുപോയി. അത് നശിപ്പിക്കാമെന്ന് കുറേ ആൾ കുറേ നാളെ ആഗ്രഹിക്കും. ഇന്ന് ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദുഃഖമുണ്ട്. കാരണം 150 ആളുകൾ എക്സോ പറയുന്നത് 130 പേർക്ക് മാസം 5,000 രൂപ വെച്ച് കൈനീട്ടമായി ഗുളിക വാങ്ങിക്കാൻ പണമില്ലാത്ത പഴയ നദീനടന്മാരുണ്ട്. അവരോടാണ് ഈ ദ്രോഹം ഇതിനെ തകർത്തുകൊണ്ട് മീഡിയകളും അതിനെ കൂടെ വന്നവരും ചെയ്തതെന്ന് തുറന്നു പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമുണ്ട്, വളരെ വേദനയുണ്ട്. കാരണം 5,000 രൂപ കൊടുക്കുന്ന അത്ര എന്ത് അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസ് ഇവർക്കെല്ലാം എത്ര ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കുന്നത്. ഇത് വളരെ നിസ്സാരമല്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് കൂട്ടിയാൽ കൂടുതൽ. ഞാൻ ചെറിയ പറഞ്ഞു കൊടുക്കായിരുന്നു. കാരണം ഒരു വർഷം 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു 4 കോടി 5 കോടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നടത്തിക്കൊണ്ടുപോകാം. കാരണം 130 പേർക്ക് 5,000 രൂപ വെച്ച് കൊടുക്കണം. ഇതുകൂടാതെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കണം. ഈ മറ്റെന്തെങ്കിലും അസുഖം വന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി പഠിച്ചു കൊടുത്ത് സഹായിക്കണം. ഞാനുണ്ട്. നീട്ടവും ആരോഗ്യ ചികിത്സാ സഹായമൊക്കെ ഒരു വശത്ത് നൽകുമ്പോൾ അപ്പുറത്ത് ചൂഷണം തുടരാമെന്നാണോ മന്ത്രി ഗണേഷ് കുമാർ ഉദ്ദേശിച്ചത് അറിയില്ല. ഏതായാലും അദ്ദേഹത്തിന് ഇന്ന് ദുഃഖത്തിൻ്റെ ദിവസമാണ്. പക്ഷേ WCCയെ സംബന്ധിച്ച് ദിസ് ഈസ് എ കോൾ ഫോർ ആക്ഷൻ, ഇനി പ്രവർത്തിക്കാനുള്ള സമയമെന്നാണ് WCC കാണുന്നത്. കുറേ പേരെ സംബന്ധിച്ചെങ്കിലും ഇന്ന് പ്രതീക്ഷയുടെ ഒരു മാറ്റത്തിൻ്റെ കിരണം ഉദിച്ച ദിവസമായി കൂടി കാണുകയാണ്. നമുക്ക് അതിഥികളിലേക്ക് പോകാം. ഉഷ ഹസീന AMMA അംഗമാണ്, അതോടൊപ്പം സിനിമാ മേഖലയിൽ ശക്തമായി പ്രതികരിച്ച നടി കൂടിയാണ്. ഡോക്ടർ B ജയരാജ് ഇടത് നിരീക്ഷകൻ, നിജേഷ് അരവിന്ദ് കോൺഗ്രസ് പ്രതിനിധി. 7 പേർക്കെതിരെ ഇതിനകം പരാതി നൽകിക്കഴിഞ്ഞിരിക്കുന്ന, ഇന്നലെ വരെ പേര് പറഞ്ഞ പരാതിക്കാരിയാണ്. പരാതി നൽകിക്കഴിഞ്ഞതുകൊണ്ട് നമുക്കിപ്പോൾ പേര് പറയാൻ നിർവാഹമില്ല. ഞാൻ അവരെ MM എന്ന് വിളിക്കുകയാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയുണ്ട്, രാഹുൽ ഈശ്വർ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഞാൻ ഉഷ ഹസീനയിലേക്കാണ് പോകുന്നത്. ഉഷ, ഇന്ന് ഒരു വിപ്ലവകരമായ ദിവസമായി കുറേ പേരെങ്കിലും കാണുന്നു. ഇന്നത്തെ ദിവസത്തിൽ കുറേ പേരെങ്കിലും ആശ്വസിക്കുന്നു. പ്രതീക്ഷ നൽകുന്ന ദിവസമാണെന്നും AMMA എന്ന സംഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇനി തുടക്കമാകുമെന്നും പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഉഷ ഹസീന ഏതിൽ പെടും? ഗണേഷ് കുമാർ വിഭാഗത്തിലാണോ അതോ പ്രതീക്ഷ ഉള്ളവരുടെ വിഭാഗത്തിലാണോ? ഞാൻ അമ്മ എന്ന സംഘടനയെ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല.
അമ്മ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ, ഇപ്പോൾ ഗണേശേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ നേരത്തെ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ഈ ആരോഗ്യ ഇൻഷുറൻസ് ആണെങ്കിലും കൈനീട്ടമാണെങ്കിലും ഒക്കെ അമ്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഘടന കുഴപ്പമാണെന്നോ സംഘടന വേണ്ടാന്നോ, സംഘടന നിലനിൽക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. സംഘടനയിൽ ഉള്ള കാലാകാലങ്ങളിലായിട്ടുള്ള ചില ആൾക്കാർ, സംഘടനയിൽ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗമായി വരുന്ന ചില ആൾക്കാരുടെ കുഴപ്പങ്ങളാണ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സംഘടന നശിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. സംഘടന നശിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. ഇത് ഇറങ്ങിപ്പോയവരാണെങ്കിലും അതിൽ മാറ്റമാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഉഷയെ സംബന്ധിച്ച് ഉള്ള പ്രതീക്ഷ എന്താണ്? പുതിയ തലമുറയിലുള്ള ആൾക്കാർ, എപ്പോഴും ലാലേട്ടൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, പുതിയ തലമുറയിലുള്ള ആൾക്കാർ വരൂ, നിങ്ങൾ വരൂ, നിങ്ങളാണ് ഇനി ഇത് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. കഴിഞ്ഞ കുറേ ജനറൽ ബോഡിയായിട്ട് അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ പുതിയ തലമുറയിലുള്ള ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. അത്രയും ഉത്തരവാദിത്വത്തോടുകൂടി ഇപ്പോൾ ലാലേട്ടനോ മമ്മൂക്കയോ ഒക്കെ കൊണ്ടുപോകുന്നത് പോലെ ഉത്തരവാദിത്വത്തോടുകൂടി കൊണ്ടുപോകാൻ അവർ തയ്യാറല്ലായിരുന്നു, ആരും വന്നില്ലായിരുന്നു. അപ്പോൾ ഇനി അവർ വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വന്ന് പുതിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. സ്ത്രീ അംഗങ്ങളായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരുന്നവരും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും, അത് എല്ലാവരും കേട്ടോ, ആ ഭരണസമിതിയിൽ വരുന്ന എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുവാനും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും മുഖം നോക്കാതെ സ്ത്രീകൾ പറയുന്ന കംപ്ലൈൻറ്റിന് അനുകൂല നടപടി എടുക്കുവാനും ഒക്കെ പ്രാപ്തിയുള്ള സ്ത്രീകളും വരണം. ഒപ്പം ഭാരവാഹികളായിട്ട് വരുന്നവരും പുതിയ തലമുറയിലുള്ളവർ വരുന്നവരും ഞാൻ അങ്ങനെ ഉള്ള നിലപാടും തീരുമാനം എടുക്കണം എന്നാണ്. അതുകൊണ്ട് നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും ഞങ്ങൾ ആരും സംഘടന നശിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. സംഘടന നിലനിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ശരി, ഞാൻ പരാതിക്കാരിയിലേക്ക് പോവുകയാണ്. നോക്കൂ, നിങ്ങളുടെ മുഖം കാണിക്കാത്തതിൽ എന്തോ നിങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് ഞാൻ ഇവിടുന്ന് PCR നിന്ന് മനസ്സിലാക്കുന്നു. കേൾക്കാമല്ലോ, ഞാൻ MM എന്നാണ് താങ്കളെ അഭിസംബോധന ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ നിയമം അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്, ലൈംഗികാരോപണമാണ്. അപ്പോൾ എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് നിയമവ്യവസ്ഥ എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയിൽ അത് പറയേണ്ടി വരും. അതാണ് പ്രശ്നം. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ടാണ്. താങ്കൾക്കത് ആ ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. എനിക്ക് മൈ ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിനക്കൊന്നും അത്ര വലിയ വിഷമോ? ഒന്ന് നിങ്ങൾക്ക് മുഖം കാണിച്ചു തന്നെ പറയണമെന്നാണോ? മുഖം കാണിച്ച് തന്നെ പറയണമെന്ന് അതൊരു ധൈര്യമാണ്, സമ്മതിക്കുന്നു. പക്ഷേ നമുക്ക് നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ മറ്റു പല ചാനലുകളിലും അവരുടെ പേരടക്കം പോകുന്നുണ്ട്. എനിക്കറിയില്ല അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത്. കാരണം പല ഘട്ടങ്ങളിലും ഈ തരത്തിൽ ഇരകളായവർ പിന്നീട് അതിജീവിത എന്ന രൂപത്തിൽ അറിയപ്പെടുന്നവർ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ നിയമസാധുത ഇനി പരിശോധിക്കേണ്ടി വരും. എന്തായാലും അവർ സംസാരിക്കാതെ ഇറങ്ങിപ്പോയിരിക്കും. ഞാൻ സന്ധ്യയിലേക്ക് പോന്നു. സന്ധ്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ മറ്റതിഥികളിലേക്ക് പോവുകയാണ്. നിജേഷ് അരവിന്ദ് ആദ്യം. നിജേഷ്, ഇന്നിപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ അറിയാമല്ലോ. AMMA എന്ന സംഘടന, ആ സംഘടനയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാവരും രാജിവെച്ചുകൊണ്ട് കൂട്ടരാജിയിലേക്ക് പോയിരിക്കുന്നു. ആ തീരുമാനത്തിലേക്ക് പോകുന്നത് തങ്ങൾക്കെതിരെ എന്തോ ഗൂഢശക്തി പ്രവർത്തിക്കുന്നു എന്നൊരു ആലോചന പുറത്താണ്. അല്ലാതെ പിഴവ് പറ്റി നമുക്ക് തിരുത്താം, ഇനി പുതിയൊരു സംഘം വന്ന് ഭരിക്കട്ടെ എന്ന ആലോചനയിലല്ല. ആ രാജി എങ്ങനെ കാണുന്നു? അല്ല, ഇതിപ്പോൾ കഴിഞ്ഞൊരു ആഴ്ചയായിട്ട് യഥാർത്ഥ വിഷയത്തിനെ വല്ലാതെ ഹൈഡ് ചെയ്യുകയോ ഡൈവേർട്ട് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം 7.5 ദിവസം മുമ്പ് ഭാഗികമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. നമ്മൾ അന്ന് തന്നെ പറഞ്ഞു, ആ റിപ്പോർട്ടിനനുസരിച്ച് അവിടെ മൊഴി കൊടുത്ത ആളുകളെ സംരക്ഷിക്കുക. അവരാണ് ഇര. 4.5 വർഷക്കാലം ഇത് അടയിരിച്ച് വെച്ചു. ആർക്കൊക്കെയോ വേണ്ടി
ഇത് കണ്ട മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഇത് പുറത്തുവിട്ടില്ല. 4.5 വർഷക്കാലം അവിടെ കിടന്നു. ഇന്ന് റിപ്പോർട്ട് പുറത്തു വന്നു. റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 2 ദിവസം നമ്മളൊക്കെ ചർച്ച ചെയ്തു. 3-ാമത്തെ ദിവസം അങ്ങ് ബംഗാളിൽ നിന്ന് ഒരു നടി ആദ്യമായിക്കൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയപ്പോഴാണ് ഇതിന് മറ്റൊരു മാറ്റമുണ്ടാകുന്നത്. അതിനുശേഷമാണ് ധൈര്യമുള്ള ഇപ്പോൾ ഇറങ്ങിപ്പോയ പ്രിയപ്പെട്ട സഹോദരി ഉൾപ്പെടെ വളരെ കുറച്ചു പേർ വീണ്ടും അവർ നേരത്തെ സപ്രസ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും തുറന്നു പറയാൻ തയ്യാറായത്. അത് 1%, 2% വരും. അപ്പോഴാണ് സർക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ ഉണ്ടാക്കുന്നു. കുറേ സ്ത്രീ ഉദ്യോഗസ്ഥരും 1-2 പുരുഷ ഉദ്യോഗസ്ഥരും വീണ്ടും വരുന്നത് അവർക്ക് മുന്നിൽ പോയി വീണ്ടും മൊഴി കൊടുത്താൽ മാത്രമേ കേസ് എടുക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ മൊഴി കൊടുത്ത ആളുകളൊക്കെ ഇന്നത്തെ പുതിയ തീരുമാനം അനുസരിച്ച് 4 വനിതാ IPS ഉദ്യോഗസ്ഥർ അവരുടെ കീഴിൽ പ്രവർത്തിക്കാൻ വനിതാ ഉദ്യോഗസ്ഥരെ തന്നെ അവർക്ക് നിയോഗിക്കാം, പോലീസുകാരെ തന്നെ. അവർക്ക് എത്ര വേണമെങ്കിലും പോലീസുകാരുടെ ആ സംഘത്തിൽ ചേർക്കാം. അങ്ങനെ അവർ തന്നെയാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുക. നിജേഷ്, സ്മൃതി, എൻ്റെ ചോദ്യം, മുറിച്ചു മാറ്റപ്പെട്ട 58 പേജിലാണ് കണ്ടന്റ് ഉള്ളത് എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഈ ചർച്ച കാണുന്ന എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ആ മൊഴികൾ ഓരോരുത്തരുടെയും പേര് സഹിതമുള്ള മൊഴികളാണ് അവിടെയുള്ളത്. ഹൈക്കോടതിയിൽ കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, ഉറപ്പില്ല, കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ആ മൊഴിയാണ്. യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മാവ് ആ മുറിച്ചു മാറ്റപ്പെട്ട 58 പേജല്ലേ. അത് വെച്ചിട്ട് വേണ്ട കേസെടുക്കുക. അത് വെച്ച് കേസെടുക്കാനുള്ള ധൈര്യമല്ലേ ഗവൺമെന്റ് കാണിക്കേണ്ടത്? അത് വെച്ച് കേസെടുത്താലല്ലേ യഥാർത്ഥ ആളുകൾ യഥാർത്ഥത്തിലുള്ള കേസ് തൊടുന്നില്ല. സ്മൃതി, ഞാനും നിങ്ങളും ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി. എന്നാൽ ചർച്ചയുടെ കണ്ടന്റ് എങ്ങോട്ട് പോകുന്നു? കഴിഞ്ഞ 7 ദിവസങ്ങളിലായി വെളിപ്പെടുത്തിയ കേസിൽ ആ വെളിപ്പെടുത്തിയതിന്റെ ചില അംശങ്ങളിൽ അമ്മയുടെ രാജി പേടിച്ചോടുകയല്ലേ ചെയ്തത്. അമ്മ എന്ന് പറയുന്ന സംഘടന, ഇന്ന് തന്നെ അതിലെ യുവാക്കളായ ആളുകൾ പറഞ്ഞു അങ്ങനെ ഒളിച്ചോടുന്ന കേസല്ല. അവർ ധൈര്യമായിട്ട് ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് ഉണ്ടായ, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന നേതൃത്വം കൊടുക്കുന്ന ഒരു തൊഴിൽ മേഖലയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളിൽപ്പെട്ട ചില ആളുകൾ അതിൽ പ്രതിയായിട്ടുണ്ട്, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ ഞങ്ങൾ സംരക്ഷിക്കും എന്നല്ലേ ബാക്കിയുള്ള ആളുകൾ പറയേണ്ടത്. അതിന് പകരം ഞങ്ങൾ രാജിവെക്കുന്നു, വിഷയത്തിനെ ഡൈവേർട്ട് ചെയ്യുന്നു, ആ വിഷയമേ അല്ല, പുതിയ വിഷയങ്ങളിലേക്ക് പോകുന്നു, വെളിപ്പെടുത്തി. ഇന്ന് ചില ആളുകൾ പറഞ്ഞു കാശ് ചോദിച്ചു. ഒരു MLA ഇന്ന് വന്ന് പറയാ എന്നോട് കാശ് ചോദിച്ചു, ബ്ലാക്ക് മെയിൽ ചെയ്യാണെന്ന്. ഒരു MLA ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ ചെയ്താൽ വളരെ നേരത്തെ തന്നെ അദ്ദേഹം കേസ് കൊടുക്കേണ്ടതല്ലേ? ഇന്ന് ആരോപണം വന്ന ശേഷമല്ലല്ലോ പറയേണ്ടത്. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമല്ലല്ലോ മുകേഷ് കേസ് വന്നത്. നിജേഷ് അവരുണ്ട്, അവർ തന്നെ പറയട്ടെ. ഞാനിപ്പോൾ പേര് തന്നെ പറയുകയാണ്. മിനു, ആ പേര് പറയാം എന്നും മുഖം കാണിക്കാമെന്നും നിങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിൽ നിയമപരമായ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് താങ്കൾ വീണ്ടും ഈ ചർച്ചയിൽ വരികയാണ്. ഏതായാലും ആ ധൈര്യത്തെ പ്രകീർത്തിക്കുകയാണ്. താങ്കൾക്ക് മുഖം കാണിച്ച് തന്നെ പറയാനുള്ളത് പറയണമെന്നുള്ളതാണല്ലോ. മിനു, ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പിലാണല്ലോ MLA ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. ആ വാർത്താക്കുറിപ്പിൽ 2009 സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എൻ്റെ വീട്ടിൽ വന്ന് അവർ മിനു കുര്യൻ എന്ന് പരിചയപ്പെടുത്തി. അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ ശ്രമിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് കൂടിക്കാഴ്ചയിലെ മാന്യമായ പെരുമാറ്റത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വാട്സപ്പ് സന്ദേശം അയച്ചു. ആ സമയത്തൊന്നും എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. പിന്നീട് കുറേ കാലത്തേക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. 2022 ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടു. ഇത്തവണ അവർ മിനു മുനീർ എന്ന് പരിചയപ്പെടുത്തി. തുടർന്ന് അവർ വലിയൊരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. നിസ്സഹായത അറിയിച്ചപ്പോൾ 1 ലക്ഷമെങ്കിലും മതിയെന്നായി. ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു. ആ പണം നൽകാതിരുന്നതിനെ തുടർന്ന് പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടെന്ന് ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ അറിയിച്ചു. പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷം ഇവരുടെ ഭർത്താവെന്ന് അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളും വൻതുക ആവശ്യപ്പെട്ടു. പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്ത സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇവർ എനിക്കയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച തെളിവുകളുടെ പിൻബലത്തിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ തെളിവുകളുണ്ടത്രേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ. മിനു, ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളുണ്ട്.
ഞാൻ 2022 അദ്ദേഹത്തെ ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തെങ്കിൽ ഒരു MLA ആയി അദ്ദേഹം എന്തുകൊണ്ട് കേസെടുത്തില്ല? പ്രത്യേകിച്ച് തെളിവുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ അധികം നിമിഷം വേണ്ടല്ലോ. അങ്ങനെ അതുകൊണ്ട് അത് പച്ചക്കള്ളമാണ്. ഞാൻ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ട്. ഞാൻ മിണ്ടിയിട്ടില്ല അദ്ദേഹത്തിനോട്. ഈ 2009 ഉലകം അത് അന്നാണ് എന്നോട് എന്തായാലും നിങ്ങൾ ആ പരിചയത്തിന്റെ വർഷമൊക്കെ കറക്റ്റ് ആണോ? 2009 പരിചയം. അപ്പൊ നിങ്ങൾ തമ്മിൽ എവിടെയാണ് സന്ദേശം കൈമാറിയത്? കാരണം 2009 ഈ പറഞ്ഞോളൂ. ഞാൻ കലണ്ടർ സിനിമയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഈ കലണ്ടർ എന്നുള്ള സിനിമ 2009 എനിക്ക് എന്റെ വിശ്വാസം. അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് വന്നേക്കുന്നത് എന്തുവാ? ബെഡ് ഷെയറിങ് അഡ്ജസ്റ്റ്മെന്റ് കാരണം ഞാൻ ഇവിടെ വിട്ടുപോയത്. എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ കേരളം വിട്ടുപോയതെന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ ഷെയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ നമുക്കുണ്ട്. നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക, ചേച്ചി റെഡിയാണോ, അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണോ, സിനിമ ഉണ്ട്, ചേച്ചിക്ക് നല്ല റോളുണ്ട് എന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം എന്തിനാണ് ഞാൻ ഒരു സാധാരണ ഒരു ആക്ടറിന്റെ മുമ്പിൽ ഫോട്ടോ ആയിട്ട് പോയി നിൽക്കുന്നത്? എനിക്ക് എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ 2009 അല്ല, ഒരു മിനിറ്റ്. നമുക്കിപ്പോൾ അതിന് ആരോപണങ്ങൾ നേരത്തെ തന്നെ മിനു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതിപ്പോൾ മുകേഷിനെതിരെ മാത്രമല്ലല്ലോ, താങ്കൾക്ക് 7 പേർക്കെതിരെ പരാതി നൽകിയ വ്യക്തിയാണ്. അപ്പോൾ ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ പരാതി കൊടുത്തത്. നമുക്കിപ്പോൾ ഈ മുകേഷിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് നമുക്കിനി വേണ്ടത്. കാരണം ഇത് ജനം കാണുകയാണല്ലോ. 2009 നിങ്ങൾ പരിചയപ്പെട്ടു അല്ലേ? 2009 അന്ന് നിങ്ങൾ മിനു കുര്യനായിരുന്നോ? അതെ. അപ്പൊ മിനു കുര്യൻ ശരി, മിനു കുര്യൻ മുകേഷിനെ കോൺടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വാട്സപ്പ് വഴിയായിരുന്നോ? 2010 ആകുമ്പോഴേക്കാണ് ഇവിടെ വാട്സപ്പ് ഒക്കെ ആകുന്നത്. 2009 വാട്സപ്പ് ആണോ പറയുന്നത്? അതെ. അപ്പൊ അത് തന്നെ പച്ചക്കള്ളമാണ്. എങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ? അല്ല, മിനു പറയൂ പച്ചക്കള്ളമാണ്. മിനു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? ഞാൻ ആ കലണ്ടർ എന്ന സിനിമയിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഫോണിൽ കൂടെയാണ് പരിചയപ്പെട്ടിട്ടുള്ളൂ. ഫോണിൽ കൂടെ ഫോണിൽ കൂടെ. അന്ന് വാട്സപ്പ് പോലും ഇല്ലായിരുന്നു. നമ്പർ കൈകാര്യം വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത്ര വലിയതൊന്നുമില്ല. എല്ലാ ആർട്ടിസ്റ്റിന്റെയും നമ്പറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2022 ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന് പറഞ്ഞു. അത് കള്ളമാണ്. ഒരു സ്ത്രീ ബ്ലാക്ക്മെയിൽ 2 വർഷം മുമ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹം സൈലന്റ് ആയിട്ട് ഇരുന്നു? പ്രത്യേകിച്ച് തെളിവുകളൊക്കെ ഉണ്ടായതുകൊണ്ട്. ഞാൻ പറയാണ്, തെളിവുകൾ ഉണ്ടെങ്കിൽ വെച്ചോ. നമ്മൾ നേർക്കുനേരം നമ്മൾ പോലീസ് ഓഫീഷ്യൽസിന് മുമ്പിൽ നമ്മൾ ഇരിക്കാൻ പോകുന്നവരാണ്. അവിടെ കാണിച്ചോളൂ. എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പൊ അദ്ദേഹം എവിടെ നിന്നുള്ള തെളിവ് വെക്കും? എനിക്ക് നന്നായിട്ട് ഐ എം റിയലി കോൺഫിഡന്റ് അബൌട്ട് ഇറ്റ്. വാട്സപ്പിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇപ്പോൾ ലാപ്ടോപ്പ് പ്രസന്റേഷൻ എന്ന് പറയുന്നു. പ്രസന്റേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പണം ചോദിക്കാൻ എന്ത് പ്രസന്റേഷൻ ആണ് എന്ന് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ ഫോണിലൂടെ സംസാരിക്കുകയായിരുന്നു എന്നാണ് മിനുവിന് പറയാനുള്ളത് അല്ലേ? ഫോണിലൂടെ സംസാരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോഴും ഫോണിൽ സംസാരിക്കും. ഇദ്ദേഹം എന്നെ ഫോണിലാണ് വിളിച്ചോണ്ടിരുന്നത്. ആ ഫോണിൽ സംസാരം മാത്രമേ ഉള്ളായിരുന്നു. ശരി. 2000 ചോദിച്ചെന്നുള്ള കാര്യം 2022 എന്റെ ഭർത്താവ് പറയൂ. 2022 എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല. ഞാനും മോനും മാത്രമേ ഉള്ളൂ. പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് എന്റെ ഭർത്താവിന് മലയാളം അറിയത്തില്ല. ഇനി എന്റെ മോനാണ് കൂടെ ഉള്ളത്. അവനും മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല. പിന്നെ ആരാണ് അദ്ദേഹത്തെ ഈ സോക്കോൾഡ് ഭർത്താവ് എന്ന് പറഞ്ഞ ആളോട് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. 2022 നിങ്ങൾ വാട്സപ്പിൽ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? നോ 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 ഞാൻ അദ്ദേഹത്തെ 2015 ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ല. നാടകമേ ഉലകം എന്ന സിനിമ 2015. അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല. ഞാൻ സിനിമ ഫീൽഡിലേ ഇല്ല. 2013 ഞാൻ ചെന്നൈക്ക് പോയതാണ്. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പോലില്ല. മലയാള സിനിമയിൽ ഡാത്താടിയിൽ അഭിനയിക്കാൻ വന്നു. ചെന്നൈയിൽ നിന്ന് വന്നിരുന്നു. അല്ലാതെ എനിക്ക് ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കിപ്പോഴും അദ്ദേഹത്തിന്റെ നമ്പർ പോലും ഇല്ല. നാടകമേ ഉലകം 2011 2011 എന്നാ അന്ന്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. 2011 ശേഷം. അല്ല, അദ്ദേഹവും പറയുന്നുണ്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല. 2013 ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അദ്ദേഹവും പറയുന്നുണ്ട് പിന്നെ കണ്ടിട്ടില്ല എന്ന്. പിന്നെ കാണുന്നത് 2022 ഞാൻ 2022 എങ്ങനെ കണ്ടു? എവിടെ കണ്ടു?
ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. 2020 ഞാൻ ഫിലിം ഫീൽഡിലേ ഇല്ല. അതോട് ചോദിക്കും ഏത് സിനിമയിൽ കണ്ടത് ഇപ്പൊ പറയാൻ പറഞ്ഞു. 2012 ആ അതെ 2012. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സിനിമ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന സിനിമയിൽ ദേവൻ ചേട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച്. അതേത് വർഷം? അത് 2017 ആയിരിക്കും, 17 തോന്നുന്നു. അപ്പൊ ഇവിടെ കേരളം വിട്ടത് എപ്പോഴാണ്? ഞാൻ 2013 ഇവിടുന്ന് പോയി. എന്നിട്ട് എന്നെ ചെന്നൈയിൽ നിന്ന് എന്നെ ഡാത്തടി എന്ന സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു. പിന്നെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന ആ സിനിമയ്ക്ക് ഞാൻ ചെന്നൈയിൽ നിന്ന് വന്ന് അഭിനയിക്കുകയാണ് ചെയ്തത്. അത് 2018 ആ മിനു, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മിനു ചെന്നൈയിലേക്ക് പോയി ഞാൻ ഈ മുകേഷ് ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് വരുമായിരുന്നു അല്ലെ? സിനിമയിൽ റോൾ കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരുമായിരുന്നു. അതെ വിളിക്കുമ്പോൾ വരുമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഒരു സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നോ? എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഭർത്താവ് ന്യൂസിലാൻഡിലാണ്, എൻ്റെ മോള് ലണ്ടനിലാണ്. എനിക്ക് അന്നേരം ഇങ്ങനെ ഈ ഫ്ലാറ്റിൽ തന്നെ വേണമെങ്കിൽ, ഇതെന്റെ സ്വന്തം ഫ്ലാറ്റാണ്. ഇവിടെ ആരോടെങ്കിലും ചോദിച്ചേക്കോ, ഞാൻ ആരോടെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇനി മുകേഷ് ചേട്ടനല്ല വേറെ ആരോടെങ്കിലും ഞാൻ സാമ്പത്തിക സഹായം ചോദിച്ചെന്ന് പറയട്ടെ, ചോദിച്ചോ? അപ്പൊ ഈ ബ്ലാക്ക് മെയിൽ ആരോപണത്തിന് തെളിവുണ്ട് എന്നാണ് ദുബായിൽ ജോലി ചെയ്ത് സെറ്റിൽഡ്. തെളിവ് കാണിക്കാൻ പറ. വായി കൊണ്ട് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. തെളിവുകൾ വെക്കാൻ പറ പുള്ളിക്കാരനോട്. മിനുവിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ മിനുവിനെ എങ്ങനെ ചോദ്യം ചെയ്യുമൊന്നുമല്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ ഇതായതുകൊണ്ട് നമുക്കതിൽ മുകേഷ് പറഞ്ഞ വാദങ്ങൾ ഖണ്ഡിക്കാൻ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു അവസരമാണ് ഞാൻ താങ്കൾക്ക് തരുന്നത്. അല്ലാതെ താങ്കളെ ചോദ്യം ചെയ്യാനൊന്നും ഒരു പരാതിക്കാരി എന്ന നിലയ്ക്ക് നമുക്ക് ചോദ്യം ചെയ്യാൻ എക്സ്പെക്ട് ചെയ്തിട്ട് ഞാനിതെല്ലാം എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കുന്നത് മാം. കാരണം ഞാൻ ഇങ്ങനെ അവർക്കെതിരെ വെറുതെ ഇരിക്കത്തില്ല. ഇതുപോലെ കുറെ കള്ളങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലൊന്നും ഞാൻ തളരത്തുമില്ല. ഇനി ഇതിലും നന്നായി, ഇത് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, കഴിഞ്ഞ ദിവസം മണിയംപിള്ള രാജുവും ഇത്തരം ആരോപണങ്ങളിൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു: കുറെ തട്ടിപ്പുകാർ വന്നേക്കാം, ഇങ്ങനെ പണം തട്ടാനുള്ള മാർഗമായി ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് പിന്നീട് പണം കിട്ടിക്കഴിയുമ്പോൾ അവർ മിണ്ടാതെ അങ്ങ് പോകും എന്നാണ് പറയുന്നത്. മിനു ഈ പരാതിയിൽ അവസാനം വരെ നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇത്ര ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇത്ര ഒരു സത്യാവസ്ഥ തുറന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ ഇതിന് നീതി കിട്ടാതെ ഞാൻ ഒരു സ്റ്റെപ്പ് ഞാൻ പുറകോട്ട് വെക്കത്തില്ല. ഐ നീഡ്. കാരണം ഇതിന് മുമ്പേ എനിക്ക് നീതി വേണമായിരുന്നു. 2013 ഞാൻ കേരള കൗമുദിയിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നതാണ്. പക്ഷെ അന്ന് എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പേടിയായിരുന്നു, ജീവനിൽ ഭയമുണ്ടായിരുന്നു. ഇവരെന്തോ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഗവൺമെന്റിൽ നിന്നും നമ്മുടെ മിനിസ്റ്ററിൽ നിന്നും നമ്മളുടെ അന്വേഷക അവരിൽ നിന്നെല്ലാം എനിക്ക് വളരെ കോൺഫിഡൻസ് കിട്ടി. മീഡിയ ഉണ്ട്, ഏറ്റവും നല്ല ആക്റ്റീവായിട്ട് മീഡിയ ഉണ്ട്. പരാതി താങ്കൾ കൊടുത്തു കഴിഞ്ഞു, അത് ഇമെയിലായിട്ടാണോ അയച്ചത്? പരാതി എങ്ങനെയാണ് കൊടുത്തത്? ഇമെയിലായിട്ടാണ് അയച്ചത്. DGPക്കാണോ? DIGക്ക്. ശരി, ഇനി പരാതി പ്രത്യേക സംഘത്തിന് കൈമാറുന്നു. പ്രത്യേക സംഘം മിനുവിന്റെ മൊഴി രേഖപ്പെടുത്തും. സ്വാഭാവികമായും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ആ തെളിവുകൾ കയ്യിലുണ്ട് അല്ലേ? മെസ്സേജുകളുടെ തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ട്. അത്യാവശ്യം തെളിവുകളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ പോയ സ്ഥലങ്ങൾ എവിടെയാണ് എല്ലാം ഞാനിപ്പോൾ ഒരു ക്ലൂ ഇവിടെ തരുന്നില്ല. കാരണം അവർ ഉടനെ അതിന് ആ പഴുത് അടയ്ക്കാൻ നോക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ഞാൻ പറയത്തില്ല. എന്ത് എവിഡൻസ് ആണ് എൻ്റെ ഉള്ളത് ഞാൻ ഇപ്പൊ പറയത്തില്ല. ശരി, ഇതെല്ലാം പോലീസുകാര്. മിനു, ഞാൻ ചോദിക്കുന്നത്, മിനു മുകേഷിനെതിരെ പരസ്യമായി പറഞ്ഞ ഒരു കാര്യം, ഒരു ഷൂട്ടിന്റെ സമയത്ത് ഹോട്ടൽ മുറിയിൽ വന്ന് മുട്ടി, വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, അപ്പോൾ കട്ടിൽ നിന്ന് ഇറങ്ങി മാറി എന്നുള്ളതാണല്ലോ അല്ലേ? അതല്ലേ പരാതി? അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നല്ല, അറ്റാക്ക് ചെയ്തു. പക്ഷേ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അല്ലേ? അവിടെ കട്ടിലോട്ട് തള്ളിയിട്ടു. തള്ളിയിട്ടെന്നല്ല, പതുവെ ലവിങ് പുഷ്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് ഈ AMMA സംഘടനയിൽ അംഗത്വം വേണമെങ്കിൽ
വഴങ്ങിത്തരണം എന്നുള്ള പ്രതികരണം നടത്തി അല്ലേ? അതെ അതെ. അതൊക്കെ ഫോണിലൂടെ ആയിരുന്നോ നേരിട്ടായിരുന്നോ? എല്ലാം ഫോണിൽ കൂടെ സംസാരിച്ചത്. റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എല്ലാം? എൻ്റെ റെക്കോർഡിംഗ് അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ ഹാർഡ് ഡിസ്ക് താഴെ പോയി. അന്ന് ഞാൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു റെക്കോർഡ് തെളിവിന് വേണ്ടി. ശരി, മുകേഷ് പറയുന്ന മുകേഷിന്റെ കയ്യിൽ ലാപ്ടോപ്പിൽ തെളിവുണ്ട് എന്നാണ്. ലാപ്ടോപ്പിൽ തെളിവുണ്ടെന്ന് പറയുന്നു സന്ദേശത്തിൽ. പുള്ളി ഇപ്പൊ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്നോട് ചോദിച്ചു, എനിക്ക് ലാപ്ടോപ്പിന്റെ പണിയൊന്നും അറിയത്തില്ല, എന്നെ ലാപ്ടോപ്പ് പഠിപ്പിക്കാനൊന്ന് വരാവോ എന്ന് ചോദിച്ചു പുള്ളിക്കാരൻ. ലാപ്ടോപ്പ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. മീനുവാണ് പഠിപ്പിച്ചേ? ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചോ? എന്നോട് ചോദിച്ചു വന്ന് പഠിപ്പിച്ചു കൊടുക്കാവോ എനിക്ക് ലാപ്ടോപ്പിന് അന്നറിയത്. ഇപ്പം ഈ ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അത് അങ്ങനെ വിളിച്ചു പുള്ളിക്കാരൻ. ചിലപ്പോൾ അതും ഒരു ട്രിക്കായിരിക്കും, എങ്ങനെയെങ്കിലും പുള്ളിയുടെ അടുത്തോട്ട് വരാൻ വേണ്ടിയേ. ആ കെറഫിലാവാൻ ഞാൻ ചെല്ലുമല്ലോ. ശരി, മിനു പറയുന്നു ഈ സർക്കാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടാണ് CPM-നുള്ളത്. ഇപ്പോൾ ഈ ഒരു നയരൂപീകരണ സമിതി ഉണ്ടല്ലോ, സിനിമാ നയം രൂപീകരിക്കാനുള്ള സമിതി, ആ സമിതിയിൽ നിന്നും അദ്ദേഹത്തെ ഇതുവരെ മാറ്റിയിട്ടുമില്ല. അപ്പോൾ മുകേഷിനൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട് സർക്കാർ എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അതാണ് മിനു. അപ്പോൾ മിനുവിന്റെ വിശ്വാസം എന്താണ്? സത്യം ജയിക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ. എത്ര ആരൊക്കെ കൂടെ നിന്നാലും, തെറ്റിന്റെ സൈഡിൽ ആര് നിന്നാലും ദൈവം നീതിയുടെ പക്ഷമാണ്, ദൈവം സത്യത്തിന്റെ കൂടെയാണ്. അതുകൊണ്ട് സത്യം ജയിക്കുക തന്നെ ചെയ്യും. ഈ മുഖമൂടികളെല്ലാം പൊളിയും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ശരി, ചർച്ച തുടരാം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം. ഉഷാ ഹസീന, ഇപ്പോൾ AMMA സംഘടനയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലായാലും ഒരു പ്രതികരണം പോലും വന്നിട്ടില്ല സംഘടനയുടെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ അതിന്മേലൊരു പ്രതികരണം നടത്തുക എന്നതല്ലേ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടിയിരുന്നത്. ഇത് മിണ്ടാതെ രാജിവെച്ചൊഴിയുന്നു. രാത്രി ഞാൻ രാജിവെക്കുകയാണ് എന്ന തീരുമാനമെടുക്കുന്നു. എന്നിട്ട് മമ്മൂട്ടിയെ വിളിക്കുന്നു. മമ്മൂട്ടി പറയുന്നു ഒറ്റയ്ക്ക് വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ എന്നാൽ ഒരുമിച്ച് രാജിവെക്കാമെന്ന തീരുമാനത്തിലേക്ക് പോകുന്നു. അപ്പോഴും നമുക്കെതിരെ ഒരു ഗൂഢശക്തിയുണ്ട് എന്ന രൂപത്തിലാണ് അതിനെ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഈ വരുന്ന ആരോപണങ്ങൾ അത് ഗൗരവത്തിലുള്ളതാണ്, അതിൽ നമുക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്ന നിലയ്ക്കല്ല രാജി വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് മോഹൻലാൽ പ്രതികരിച്ചില്ല ഉഷാ ഹസീന? പ്രതികരിക്കേണ്ടതായിരുന്നു. ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് ഭാരവാഹികളായിട്ടുള്ള പ്രധാനപ്പെട്ട അംഗങ്ങളുടെ പേരിലാണ് ആരോപണങ്ങളും വന്നിരിക്കുന്നത്. അവർക്കെതിരെയാണ് ഓരോ സ്ത്രീകളും വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി ഇപ്പോഴും അതുപോലെ നിൽക്കുന്നു, അവിടെ തൊട്ടിട്ടില്ല. അതിനകത്തുള്ള ഒരു മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ വന്നിരിക്കുന്നതൊക്കെ. അതിലൊന്നും ഇല്ലാത്ത പുതിയ ആൾക്കാരാണ്. അതൊക്കെ നമ്മുടെ അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഭാരവാഹികൾക്കെതിരെയാണ് വന്നിരിക്കുന്നത്. ഈ ഓരോ ദിവസവും ഓരോരുത്തരെ കുറിച്ച് ആരോപണം വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ടെൻഷനായിട്ടുണ്ടാവും. താല്പര്യമില്ല ആയിരിക്കും. അതുകൊണ്ടായിരിക്കും. വന്നാൽ എന്ത് ചെയ്യും, എന്താ പറയുക, അതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് തീരുമാനമെടുത്തത്. പേടിച്ചുള്ള രാജി അല്ലേ? പക്ഷേ അല്ല, ഞാൻ എന്താ പറയുക, അതിനൊരു മറുപടി എനിക്കില്ല സത്യം പറഞ്ഞാൽ പറയാം. പക്ഷെ ധൈര്യപൂർവ്വം നിന്നിട്ട് തെറ്റ് ചെയ്തവർ, ആരോപിക്കുന്നവർ മറുപടി പറയട്ടെ, അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല തെളിയിക്കട്ടെ. എല്ലാവരും കൂടെ രാജിവെച്ച് പോകണ്ടായിരുന്നു. നേരത്തെ ഗണേശ് ചേട്ടൻ പറഞ്ഞതുപോലെ രാജു ഇത്രയും പേർക്കെതിരെ പരാതി നൽകിയ ആളാണ് മിനു, അറിയാമല്ലോ. അപ്പോൾ ഇത്രയും പേർക്കെതിരെ പരാതി അവിടെ പോയിട്ടുണ്ട്. ഇതിൽ ഇടവേള ബാബു എന്താണ് ചെയ്തതെന്നുള്ള അറിയാമല്ലോ. എന്താണ് ഇടവേള ബാബുവിനെതിരെ ആരോപണം എന്നറിയാമല്ലോ. ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ച ശേഷം താൽക്കാലിക സ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്നത് ബാബുരാജാണ്. അപ്പോൾ ബാബുരാജിനെതിരെ പിറ്റേ ദിവസം വന്നു ആരോപണം. അപ്പോൾ ഇനി ഒരാൾ വരികയാണെങ്കിൽ അവർക്കെതിരെ ആരോപണം വന്നേക്കാം എന്ന ആശങ്കയുണ്ടാകാം അല്ലേ?
ഞാൻ എൻ്റെ സഹപ്രവർത്തകരായ ചില ആൾക്കാരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത്, എൻ്റെ സുഹൃത്തുക്കളാണ് അവർ, അമ്മയിലുള്ള അംഗങ്ങൾ തന്നെ. അവർ പറഞ്ഞത് ഈ ഓരോരുത്തരെക്കുറിച്ചും ഇങ്ങനെ അമ്മയിൽ തന്നെയുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെയാണ് എല്ലാവരും പരസ്പരം പറയുന്നത്. എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഇനി ആരെ വെച്ച് കഴിഞ്ഞാലും ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ്. തമ്മിൽ വിശ്വാസമില്ല അല്ലേ? ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഇന്നുള്ള സംസാരത്തിൽ നിന്നും തോന്നിയത്. ഏതായാലും 2 മാസത്തിനുള്ളിൽ പുതിയ ഭാരവാഹികൾ വരികയാണ്. അപ്പോൾ പുതിയ ഭാരവാഹികൾ എങ്ങനെയായിരിക്കണം? സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം എന്നതാണ് ഓഷിയം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. നേരത്തെ ഗണേശേട്ടൻ പറഞ്ഞത് മമ്മൂക്കയും ലാലേട്ടനും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ അമ്മ സംഘടനയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് മമ്മൂക്കയും ലാലേട്ടനും തന്നെയാണ്. അവരില്ലെങ്കിൽ ഈ സംഘടന എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് എല്ലാവർക്കും. അവർ രണ്ടുപേരും ഈ സ്ഥാനമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നിന്നവരാണ്. അവരെ പിടിച്ചു ലാലേട്ടനെ പോലും വളരെ ഫോഴ്സ് ചെയ്താണ് എല്ലാവരും നിർത്തിയിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ഇനി ആര് യുവതലമുറയിലുള്ള പൃഥ്വിരാജ്, ചാക്കോച്ചൻ, പൃഥ്വിരാജിനോടൊക്കെ യുവതലമുറയിലുള്ള എല്ലാവരോടും എത്രയോ പ്രാവശ്യം ക്ഷണിച്ചതാണ്, വന്നിട്ടില്ല അവർ. പക്ഷേ അമ്മ നിലനിൽക്കണം. ഈ താങ്കൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ ഗണേഷ് കുമാർ പറഞ്ഞ ഈ കൈനീട്ടവും ആരോഗ്യ ചികിത്സാ സഹായം അതൊന്നും നിൽക്കുന്നില്ല. അതിനൊക്കെ തൽക്കാലം അഡ്ഹോക് കമ്മിറ്റി തുടരുന്നുണ്ട് പുതിയ ഭരണസമിതി വരെ. അതെ, അതൊക്കെ ശരിയാണ്. അതുകൊണ്ടല്ല പറയുന്നത്, അത് അത്തരം നല്ല കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല കാര്യമല്ലേ. അംഗത്വത്തിന് ബെഡിലേക്ക് ക്ഷണിക്കുന്നവരാണല്ലോ അവിടുത്തെ ഭാരവാഹികൾ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് അതെ, ആ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മറ്റ് ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് ലൈസൻസ് ഒന്നുമില്ല. അത് ഞാൻ പറയുന്നു, അതൊന്നുമല്ല, അങ്ങനെയല്ല. കുറ്റം ചെയ്തവരാരായാലും ആരോപണം ഇപ്പോൾ പോലീസ് ഒരു ടീം തന്നെ വന്നിട്ടുണ്ടല്ലോ, അവർ തെളിയിക്കും, അവർക്ക് മൊഴി കൊടുക്കും, അവർ കേസെടുക്കും, അവർ തെളിയിക്കും. പക്ഷെ പെൺകുട്ടികൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഡോക്ടർ ബി ജയരാജ്, ഞാൻ താങ്കളിലേക്കും അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിലേക്കും വരാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഡോക്ടർ ബി ജയരാജ്, ഇപ്പോൾ മുകേഷിന് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് പാർട്ടി എന്ന് വേണം കരുതാൻ. രാജിവെക്കേണ്ടതില്ല, MLA സ്ഥാനം രാജിവെക്കേണ്ട. വെക്കാതെ നമുക്ക് അപ്പുറത്ത് UDF-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാത്ത MLA-മാരുടെ പേരുകൾ തിരിച്ചു പറയാം. അതാണിപ്പോൾ തൽക്കാലം പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷേ അത് എത്രത്തോളം പാർട്ടിയിലെ വനിതാ നേതാക്കൾ അംഗീകരിക്കുന്നു എന്നൊരു വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ PK ശ്രീമതി അടക്കം മറിച്ചുള്ള നിലപാടുണ്ട് എന്നറിയുന്നു. മുന്നണിയിൽ നിന്ന് ആനി രാജയെ പോലുള്ളവർ അതിശക്തമായി തന്നെ രാജിവെക്കേണ്ടതുണ്ട് മുകേഷ് എന്നുള്ള ആവശ്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. താങ്കൾ ഈ വിവാദത്തെ എങ്ങനെയാണ് കാണുന്നത്? മുകേഷിന്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കാനായിട്ടില്ല എന്നൊരു അഭിപ്രായമാണോ താങ്കൾക്ക്? തീർച്ചയായും അല്ല. കാര്യം ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. മലയാള സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലുമുണ്ട്. ഞാനത് ജനറലൈസ് ചെയ്യുന്നതല്ല. ഇപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റിയുടെ വിഷയം മാത്രം പരിചയിക്കുന്നത്, അതിനെ തുടർന്ന് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് എല്ലാ മേഖലകളിലും ഇത്തരം സ്ത്രീകൾക്കെതിരെ കടന്നുകയറ്റം, നമ്മൾ മലയാളി പല കാര്യങ്ങളിലും ഉന്നത സാക്ഷരത, ലോ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേരള മോഡൽ എന്നൊക്കെ പ്രകീർത്തിക്കുമ്പോഴും ഇതിനൊരു വൃത്തികെട്ട ഒരു തലം കൂടി ഉണ്ടെന്നുള്ളത് കുറേ കൂടെ റിവീൽഡ് ആവുന്നൊരു സിറ്റുവേഷനാണ്, പ്രത്യേകിച്ച് ഈ കേരളം പോലൊരു സംസ്ഥാനം. പക്ഷേ ഇതിനകത്ത് ഒരു ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ള രീതിയിലാണ് സർക്കാരിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. കാര്യം ഇതൊരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും പരാതിയായിട്ട് വന്നാൽ മാത്രമേ സർക്കാരിന് ഇടപെടാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു വർഷം 250 സിനിമ ഇറങ്ങുന്നുണ്ട്, കഴിഞ്ഞ വർഷം ഇറങ്ങിയത്. ആ 250 സിനിമയുടെ ടൈറ്റിൽ അറിയണമെങ്കിൽ നമ്മൾ സെൻട്രൽ ബോർഡിൽ അല്ലെങ്കിൽ സെൻസർ ബോർഡിന് എഴുതി ചോദിച്ചാൽ മാത്രമേ ഏതൊക്കെ സിനിമകൾ ഇറങ്ങി, ഇത് എവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ സർക്കാർ തന്നെ റിപ്പോർട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ആ സ്ഥലങ്ങളിലെല്ലാം സർക്കാരിൻ്റെ എന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ICC പോലുള്ള കമ്മിറ്റി വെച്ചത്. അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ശുചിമുറികളില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രത്യേക സംവിധാനം അതിനുവേണ്ടി ഏർപ്പെടുത്തി. പിന്നെ ഈ വനിതാ സംവിധായകരുടെ 4 ചിത്രങ്ങൾ ഈ വർഷം പുറത്തിറക്കി. KSFDCയുടെ സഹായത്തോടു കൂടി 60ഓളം വനിതാ ടെക്നീഷ്യൻസിനെ ഇപ്പം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. ആ ആരോപണങ്ങൾ പരിശോധിക്കും. ആ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വനിതകളെ കൊണ്ട് തന്നെ വനിതാ പോലീസുകാരെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ കൊടുത്തിരിക്കുന്ന മൊഴികളെ പരാതിയായി കണ്ടുകൊണ്ട് അതിന്മേൽ തൊട്ടിട്ടില്ല ശ്രീ ബി ജയരാജ്. ഇപ്പോൾ പുറത്തെ മൊഴികളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. പുറത്തെ മൊഴികൾ അന്വേഷിക്കാനാണ്.
ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഹേമ കമ്മിറ്റിയുടെ മൊഴികൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് തെളിവ് കൊടുത്തവർക്ക് അവർക്ക്, അതായത് അതിനകത്ത് മൊഴി കൊടുത്തവർക്ക് ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ആരാണ് ഈ മൊഴി കൊടുത്തത്? അവർ ഇത് കോൺഫിഡൻഷ്യലായിട്ട് മെയിൻറ്റെയിൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, ഇത് റിപ്പോർട്ട് ആരും 4.5 വർഷമൊന്നും പൂഴ്ത്തിയൊന്നും വെച്ചിട്ടില്ല. ഇത് പരസ്യപ്പെടുത്തിയില്ലെന്നേ ഉള്ളൂ. 4.5 വർഷം അതിലൊന്നും ചെയ്തിട്ടില്ല. ഡോക്ടർ ബി ജയരാജ്, താങ്കൾ പറയുന്നത് പോലെയല്ല. ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള നിർദ്ദേശങ്ങളടക്കമില്ല. ആകെ ICCയുടെ കാര്യം മാത്രമാണ്, വേറെ ഒന്നും നടപ്പാക്കിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അതിലടക്കം ഈ പറയുന്ന സിനിമാ നയം അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഈ സിനിമാ നയം അടക്കം ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഇനി കോൺക്ലേവ് വരുത്തുകയല്ലേ? കോൺക്ലേവ് തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇന്ന് അതിനെക്കുറിച്ച് പ്രമുഖ കവിയായിട്ടുള്ള സച്ചിദാനന്ദൻ പറഞ്ഞ അഭിപ്രായമാണ് കറക്റ്റ്. ഇതിനകത്ത് ആരോപണമുള്ളവർ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്വയം രാജിവെച്ച് പോകുക എന്നുള്ളതാണ്. അത് അവരവരുടെ ക്രൈറ്റീരിയയാണ്. അതാരും പറഞ്ഞു കൊടുക്കുന്ന കാര്യമൊന്നുമില്ല. എല്ലാവരും അഡൾട്ട്സ് അല്ലേ, അങ്ങനെ പാർട്ടിയൊന്നും ആരെയും സംരക്ഷിക്കുന്നൊന്നുമില്ല. അത് അതിൻ്റെ സമയമാകുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അങ്ങനെ ഒരു ജനാധിപത്യ സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ആരെയും ഒരു കുറ്റക്കാരെയും ആരും പാർട്ടിയൊന്നും പ്രൊട്ടക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ എന്താണ് മുകേഷിനോട് രാജിവെക്കാൻ പറയാത്തത്? എന്തുകൊണ്ടാണ്? ഡോക്ടർ ബി ജയരാജ്, മുകേഷിനെതിരെ 2-3 പരാതികളെങ്കിലുമായി രഞ്ജിത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടാണോ? 2-3 പരാതിയെങ്കിലുമായി രഞ്ജിത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടാണോ? രഞ്ജിത്തിനോടും രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല. ശരിയാണ്, താങ്കൾ പറയൂ, എന്താണ് ആവശ്യപ്പെടാത്തത്? രഞ്ജിത്തിന് വേണ്ട പോലെ സമയം കൊടുക്കുകയായിരുന്നു. അതെന്താണ്? ആ ധാർമ്മികത ഉൾക്കൊള്ളണം. ഉൾക്കൊള്ളാനുള്ള സമയം സ്പേസ് കൊടുക്കുന്ന സമയത്തിന് നിങ്ങൾ സമയമെടുത്തോളൂ, നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ച് തീരുമാനമെടുക്കും. എന്തൊരു അന്വേഷണമായിട്ട് തീർച്ചയായിട്ടും അല്ലല്ല, ഉടനെ തന്നെ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ അത് അഡ്വാൻസ്ഡ് ആയിട്ടൊരു ഇത് അറിഞ്ഞു. ഇപ്പോൾ പീതാംബരക്കുറുപ്പിനെതിരെ ഒരു ആരോപണം വന്നു. ആരാണ്? ശ്വേതാ മേനോൻ ആരോപണം നടത്തി, കടന്നു പിടിച്ചു, പരസ്യമായൊരു വേദിയിൽ വെച്ചിട്ടാണ്. എന്നിട്ട് കോൺഗ്രസ് എന്ത് നടപടിയെടുത്തു? അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ഓരോ രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതിനെല്ലാം അവരൊന്നും മാതൃകാപരമായിട്ട് എല്ലാവരും രാജിവെച്ചല്ല. അതിന് പകരം അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചാർജാണ് ഏർപ്പെടുത്തിയത്. കൊല്ലത്തുകാരൻ തന്നെയാണ് ശ്രീ പീതാംബരക്കുറുപ്പ്. കൂടിയതാണ്, ലോക്സഭാ മെമ്പറാണ്. നിജേഷ്, ഇതാണ് തിരിച്ചുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് നേരെ. നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നിജേഷ്, വേഗം പറഞ്ഞ ശേഷം. ഞങ്ങൾക്കെതിരെ എന്ന് പറയണ്ട, ശ്രീ ജയരാജ് പറഞ്ഞതിൻ്റെ മറുപടി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ആരെയും സംരക്ഷിക്കില്ല, ഈ പാർട്ടി ആരെയും സംരക്ഷിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു പണ്ടെങ്ങോ ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ചെയ്തില്ല? ഞങ്ങളിതൊന്നും ചോദിക്കുന്നില്ല. 4.5 വർഷക്കാലമായി ഈ റിപ്പോർട്ട് ഗവൺമെൻറ് കയ്യിലുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നപ്പോൾ കോലാഹലമായി. എന്തുകൊണ്ട് 4.5 വർഷക്കാലം അതിൽ ആക്ഷൻ എടുത്തില്ല? ഇന്ന് എന്തുകൊണ്ട് ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നില്ല? എൻ്റെ ജയരാജ്, അത് വീട്ടിൽ വെക്കുന്നത് പരസ്യപ്പെടുന്നത് രണ്ടും കണക്ക്. എന്ത് ആക്ഷൻ എടുത്തു? എൻ്റെയും നിങ്ങളുടെയും നികുതി പണത്ത് 1.5 കോടി രൂപ ചെലവഴിച്ച് ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി. പ്രിയപ്പെട്ട പി ടി തോമസ് മുന്നോട്ട് വെച്ചൊരു ഒരു നടിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആ കാല് എടുത്തു വെച്ച് 2 കൊല്ലം കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി. ഹേമ പറഞ്ഞത് സ്റ്റെനോയെ പോലും വെക്കാതെ ഞാൻ ഈ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കി ടൈപ്പ് ചെയ്തു. അങ്ങനെ റിപ്പോർട്ട് പിണറായി വിജയന്റെ അടുക്കളയിൽ വെക്കാനുള്ളതാണോ ഈ ചോദ്യമാ ചോദിക്കുന്നത്? ആ ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വന്ന് ഈ സഹോദരിമാര് ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല. മുകേഷിനെ പറ്റി ഈ ആരോപണങ്ങൾ വരില്ലായിരുന്നു. എന്തുകൊണ്ട് അത് ആക്ഷൻ എടുത്തില്ല? ആക്ഷൻ എടുക്കാതിരിക്കാൻ കാരണം എന്താ? കുറെ പേരെ സംരക്ഷിക്കണം. ഇതിനിടയ്ക്ക് എന്റെ പക്കലും തെളിവുണ്ട് എന്ന് മുകേഷ് അപ്പുറത്ത് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. രാഹുൽ ഈശ്വർ, ഇന്ന് AMMA സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവനായി എന്നുള്ള ആ രാജി വെക്കുമ്പോൾ മോഹൻലാൽ ഒരക്ഷരം പുറത്ത് ആരാധകരോടൊന്നും പറയാതെ, അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് മാത്രം ഇട്ടുകൊണ്ട് രാജിവെച്ചതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? എന്ത് ചെയ്താലും കുറ്റം പറയുക എന്നൊരു മനോഭാവം നമുക്ക് പാടില്ല. അമ്മ ഏറ്റവും ഉന്നതമായ ധാർമ്മിക ബോധവും നീതിബോധവും ഉയർത്തിക്കൊണ്ടാണ് ഈ നിലപാടെടുത്തത്. അവരുടെ ഐക്യദാർഢ്യം അതിലുണ്ട്. നമ്മൾ അത്തരം പോസിറ്റീവായ കാര്യങ്ങൾ കാണാതിരുന്ന് എല്ലാത്തിനും കുറ്റം കണ്ടെത്തുന്നതിൽ എന്ത് നന്മയും എന്ത് അർത്ഥവുമാണുള്ളത്? അവിടെയാണ് ശ്രീ പൃഥ്വിരാജിന്റെ സമീപനം നോക്കൂ, സമവായത്തിന്റെ സമീപനമാണ്. WCCയുടെ സമീപനം നോക്കൂ, സംയമനത്തിന്റെയും സമവായത്തിന്റെയുമാണ്. അവരെടുക്കുന്ന നിലപാടെങ്കിലും നമ്മുടെ പൊതുസമൂഹവും മാധ്യമങ്ങളും എടുക്കണ്ടേ? ഇനി ഒരു പോസിറ്റീവ് തുടക്കം, മുമ്പോട്ടുള്ള പോക്ക്. 2 ആരോപണം വന്ന ഉടനെ എല്ലാവരും അത് രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? ചാണ്ടി സാറിനെ എത്ര കാലം വേട്ടയാടി? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയെ വ്യാജ പരാതി വെച്ച് എത്രയോ കാലം വേട്ടയാടി.
അപ്പൊ നമുക്ക് ആരെയും വേട്ടയാടലല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ മിസ് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സാറിനെ പോലൊരു നേതാവാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞേനെ രാഹുൽ, നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ, ഒരു വരി പറയാനുള്ള അവസരം തരൂ. ശ്രീ സുരേഷ് ഗോപി അടക്കം എടുക്കുന്ന നിലപാടിന്റെ നന്മ എന്താണ്? അദ്ദേഹത്തിന്റെ എതിർ കക്ഷിക്കാരനാണ് ശ്രീ മുകേഷ്. പക്ഷേ ശ്രീ മുകേഷിനെ പോലും പ്രതിരോധിക്കുന്ന സമീപനം എടുക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറം ആരോപണങ്ങളാണ്. കോടതി തീരുമാനിക്കട്ടെ എന്നൊരു അവധാനത നമുക്ക് എടുക്കണ്ടേ? എന്ത് ചെയ്താലും അമ്മ ചെയ്യുന്നതല്ല. ഏറ്റവും നല്ല വർഷമാണിത്. 1000 കോടി രൂപയാണ് മലയാള സിനിമ കടന്നത്. തമിഴിനെയും തെലുങ്കിനെയും ഹിന്ദിയും ഒക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പോട്ട് വന്നു. എന്നാൽ മലയാള സിനിമാ ചരിത്രം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയും ഇത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് രംഗം വാതുവെപ്പിന്റെ കാലത്ത് ആടി ഉലഞ്ഞതുപോലെ, അതിനുശേഷം ശക്തമായി തിരിച്ചു വന്നതുപോലെ മലയാള സിനിമയും ശക്തമായി തിരിച്ചു വരാൻ നമ്മുടെ ക്രിയേറ്റീവ് സപ്പോർട്ട്. രാഹുൽ, ഇവിടെ മലയാള സിനിമ നശിക്കണമെന്ന് ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല. രാഹുൽ, മലയാള സിനിമ നശിക്കണമെന്ന് ഇവിടെ ആരാണ് ആഗ്രഹിക്കുന്നത്? മലയാള സിനിമ നശിക്കണമെന്ന് ഇവിടെ ആരാണ് ആഗ്രഹിക്കുന്നത്? രാഹുൽ, ആരാണ് ആഗ്രഹിക്കുന്നത് മലയാള സിനിമ നശിക്കാൻ? ഹേമ കമ്മിറ്റിയോ? ആരും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോസിറ്റീവായ കോൺട്രിബ്യൂഷൻ ആയിരിക്കണം, നന്മയുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കണം. പോസിറ്റീവായ കാര്യങ്ങളല്ല അതിനകത്ത് നടക്കുന്നത് എന്നല്ലേ ആ റിപ്പോർട്ടിലുള്ളത്? രാഹുൽ, ഒട്ടും പോസിറ്റീവായ കാര്യങ്ങളല്ല അവിടെ നടക്കുന്നതെന്നല്ലേ 52 പേരുടെ മൊഴികളായി എത്തിയിരിക്കുന്നത്? റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അങ്ങനെയല്ല. ഹേമ മാഡം തുടങ്ങുന്ന വരി പോലും ആമുഖമായി തന്നെ പറയുന്നത് ഞാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തുടങ്ങട്ടെ, ഇതൊന്നും സാർവത്രികമല്ല എന്നാണ്. Let me start with a caveat that this experiences are not universal. ഒരുപാട് നല്ല മനുഷ്യരുണ്ടെന്ന് ആ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും മോശക്കാരാന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അങ്ങനെയല്ല. സിനിമാ ഇൻഡസ്ട്രിയെ മെച്ചമാക്കാനുള്ള ഒരു സമീപനം ഉണ്ടാകണം. കാടടച്ച് വെടിവെക്കുന്ന ഒരു സമീപനത്തിൽ ഇത് മാറണം. പൃഥ്വിരാജും പാർവതിയും അല്ലെങ്കിൽ WCCയും ഒക്കെ എടുക്കുന്ന ബാലൻസിലേക്കെങ്കിലും വരണം. ശരി, അപ്പോൾ ഈ സംഘടനയിൽ നിന്നുള്ള രാജിയിൽ മോഹൻലാൽ ഒന്നും മിണ്ടാത്തതിനെ കുറിച്ച് താങ്കൾക്കൊന്നും പറയാനില്ല? മോഹൻലാൽ എന്തിനാണ് മിണ്ടുന്നത്? അവരൊരു കളക്റ്റീവ് തീരുമാനമെടുത്തു. നമ്മുടെ കളക്റ്റീവ് ഫെയിലിയർ ഉണ്ടായി. എല്ലാരും എടുക്കുന്ന സമീപനം. ജഗദീഷ്, നിങ്ങൾ എല്ലാം കൈയടിച്ച നിലപാടാണ്. ശ്രീ ജഗദീഷ് സൂചിച്ച നിലപാടെന്താ? പവർ ഗ്രൂപ്പ് ഒന്നുമില്ല, അത് ആലങ്കാരികമായി നിങ്ങൾ പറയുന്നതാണ്. എന്നാ കാര്യങ്ങൾ മാറണം. പൃഥ്വിരാജിന്റെ നിലപാടെന്താ? അവിടെ പല വീഴ്ചകളും പറ്റിയിട്ടുണ്ട്. പക്ഷേ വ്യാജ പരാതിയാണെങ്കിൽ അതിനും എതിരെ നടപടി എടുക്കണം. അവരും അതേപോലെ അനുഭവിക്കണം. ഈ രീതിയിലുള്ള സമവായമല്ല വേണ്ടത്. മിഡിൽ ഗ്രൗണ്ട് അല്ലേ? ഈ മിഡിൽ ഗ്രൗണ്ട് സിനിമ മുഴുവൻ മോശമാണ് എന്ന് കാണിച്ചു വെടിവെക്കുന്നതിന് അർത്ഥമുണ്ടോ? പൃഥ്വിരാജ് എടുത്ത സമീപനം WCC അഭിനന്ദിക്കേണ്ട കാര്യം അവിടെയാണ്. WCC ഒരു ഫെമിനിസ്റ്റ് സംഘടന. മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സന്ധ്യ എന്ന നടി കൂടി നമ്മോടൊപ്പം ഈ അവസാന നിമിഷം വന്നിട്ടുണ്ട് ചർച്ചയിൽ. WCC അടക്കം കൈകാര്യം ചെയ്യുകയുണ്ടായി. പക്ഷെ പലപ്പോഴും പൊതുസമൂഹത്തിലും സാമൂഹിക മാധ്യമങ്ങളിലും മീഡിയയിലുമാണ് ഈ അമിതാകാലം പോരാടിയ രേവതിയും ഭാഗ്യലക്ഷ്മിയേക്കാൾ വലിയ പോരാളികളാണ് ഞങ്ങൾ എന്ന് നമ്മൾ കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഇവരെ കരിവാരി. ശരി, ഞാനൊന്ന് എനിക്ക് സന്ധ്യയിലേക്ക് പോകണം. രാഹുൽ, പോസിറ്റീവായി മുമ്പോട്ട് ശരി, വളരെ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്നു രാഹുൽ. ശരി, തിരിച്ചെത്താം. സന്ധ്യയിലേക്കാണ് പോകേണ്ടത്. ഒന്ന് ഇടവേളയ്ക്ക് ശേഷം അഭിനേത്രി സന്ധ്യയും ഇപ്പോൾ ചർച്ചയിൽ. സന്ധ്യ, താങ്കൾ ഇന്ന് പരാതിപ്പെട്ടത് നടൻ മുകേഷിനെതിരെയാണ്, MLA മുകേഷിനെതിരെയാണ്. പക്ഷേ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് സർക്കാരും ആയാലും പാർട്ടി ആയാലും. ഈ ഘട്ടത്തിൽ എന്താണ് സന്ധ്യയ്ക്ക് പറയാനുള്ളത്? എന്താണ് മുകേഷിനെതിരെ യഥാർത്ഥ ആരോപണം? താങ്കൾക്ക് നേരിട്ടുള്ള അനുഭവമല്ല, സുഹൃത്തിനാണ് അല്ലേ? അതെ, എനിക്ക് നേരിട്ടുണ്ടായ അനുഭവമല്ല, എൻ്റെ ഫ്രണ്ടിനുണ്ടായതാണ്. സോ അവരിപ്പോൾ ആ ഫീൽഡിലില്ല. നേരത്തെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഫിലിം ഫീൽഡിൽ. അപ്പോൾ അവർക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്തത്. അത് കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്, മൊബൈൽ ഫോൺസ് വരുന്നതിന് മുന്നേ ഉള്ളൊരു സമയത്താണ്. സോ അപ്പോൾ ആ ഒരു സമയത്ത് അവർ ഈ ഒരു എക്സ്പീരിയൻസ് കാരണം അവരെ ഫീൽഡ് വിട്ട് പോയത്. സോ അവർക്കത് തുടരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതെന്താണെന്ന് ഒന്നുകൂടെ വിശദീകരിക്കാമോ? ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാമോ? അത് കാണാത്ത പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ആ കുട്ടി ആ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആരുമില്ലാത്ത സമയത്ത് ആ കുട്ടി ഉണ്ടായിരുന്നില്ല, അവരുടെ ഫാദറും ഉണ്ടായിരുന്നില്ല. അവരുടെ അമ്മ ഒറ്റയ്ക്കായിരുന്നു. മുകേഷ് എന്ന് പറഞ്ഞ ആക്ടർ അഡ്രസ്സ് എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ അമ്മയോട് മിസ്ബിഹേവ് ചെയ്തു. അപ്പോൾ അവർ ചീത്ത പറഞ്ഞ് പുറത്താക്കിയതാണ് പുള്ളിയെ. സോ അങ്ങനെയാണ് അവരെന്നോട് പറഞ്ഞത്. ആ കുട്ടിക്ക് പിന്നീട് സിനിമകൾ ഉണ്ടായോ? ഇല്ല, അവർ സ്റ്റോപ്പ് ചെയ്തു. ഈ ഒരു എക്സ്പീരിയൻസും കൂടെ ആയപ്പോൾ അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് മുന്നോട്ട് പോകാൻ. സോ അവർ ആക്ടിങ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ്. അവരിപ്പോൾ എവിടെയോ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, ബിക്കോസ് കോൺടാക്ട് നഷ്ടപ്പെട്ട് കുറേ വർഷങ്ങളായി. ഇതിപ്പോൾ എത്ര വർഷം മുൻപാണ് സന്ധ്യ? കാഷ്വൽ ടോക്കിനിടയ്ക്ക് അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. എത്ര വർഷം മുൻപാണ്? ഇത് 2000 മുന്നെയാണ്, 2000 മുന്നെയാണ്.
ഇത് ആ സമയത്ത് വേറെ ആരുടെങ്കിലും സിനിമാ മേഖലയിൽ വേറെ ആരുടെങ്കിലും ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടിരുന്നോ? ഇല്ല, അവരെ മുന്നോട്ട് ഒരു സംഘടനയെ കോൺടാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അവരെന്നോട് പറഞ്ഞപ്പോഴും അവരാരോടും പറയരുതെന്ന് പറഞ്ഞു. അവരും അത് ആരോടും അധികം ഷെയർ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ മുകേഷിന് എങ്ങനെയാണ് ഇവർ പരിചയം? എങ്ങനെയാണ്? മുകേഷ് വഴിയാണോ അവർ സിനിമയിലേക്ക് എത്താൻ നോക്കിയിരുന്നത്? എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് എത്തുന്നയാൾ? പുള്ളി ലൊക്കേഷനിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് അവർ അഡ്രസ്സ് കണ്ടുപിടിച്ച് വീട് എവിടെ മനസ്സിലാക്കിയിട്ടാണ് അവർ പുള്ളി പോയതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. നേരിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ല, തമ്മിൽ നേരത്തെയുള്ള പരിചയവും ഇല്ല. ഇത് പക്ഷേ ഇപ്പോൾ ഒരു പരാതിയായിട്ട് ഉന്നയിക്കാൻ പറ്റുമോ? കാരണം ഇത് കേട്ട് അറിഞ്ഞൊരു കാര്യമാണ്. മാത്രമല്ല യഥാർത്ഥത്തിൽ അനുഭവിച്ചവർ ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊന്നും ഇല്ല, നാട്ടിലും ഇല്ല, അല്ലേ? അതെ, ഇപ്പോൾ അവർ ലൊക്കേഷൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കോണ്ടാക്ട്സ് നഷ്ടപ്പെട്ട് കുറേ വർഷങ്ങളായി. പക്ഷെ അവർക്കും വലിയ താല്പര്യമില്ല അത് ലീഗലായിട്ട് മൂവ് ചെയ്യാനോ കംപ്ലൈൻറ്റ് കൊടുക്കാനോ. അവർ കാര്യം പറഞ്ഞു എന്നോട്. പക്ഷേ എനിക്കും ബിക്കോസ് ഞാൻ അത് വിറ്റ്നസ് ചെയ്യാത്ത കാരണം എനിക്കത് മുന്നോട്ട് പോയി കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. സോ എനിക്കത് മുന്നോട്ട് പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അത് എനിക്ക് സംഭവിച്ച കാര്യമല്ലല്ലോ. സന്ധ്യ സിനിമ ഫീൽഡിൽ തന്നെയാണ്. അതെ, ഞാൻ ഒരു മൂവി ചെയ്തിട്ടുണ്ട്, കുറച്ച് ആർട്ട് ഫിലിംസും ചെയ്തിട്ടുണ്ട്. എൻ്റെ പാഷൻ വന്നിട്ട് ആക്ടിംഗ് ആണ്. പക്ഷേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തൊരു ഫീൽഡാണ് ഇപ്പോൾ അത്. നമുക്കൊരു പാഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ബിക്കോസ് നമ്മളെപ്പോലെയുള്ള ഈ കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് തയ്യാറാവാത്ത ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല ഈ ഒരു ഫീൽഡിൽ. അതാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ സന്ധ്യയ്ക്കും അതാണ് അനുഭവം? അതെ, ലൊക്കേഷനിൽ പോയിട്ട് എനിക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ വേറെ കുറേ ഇഷ്യൂസ് ഉണ്ട്. വേജിൻ്റെ പ്രോബ്ലം ആയാലും, അതായത് റെമ്യൂണറേഷൻ്റെ പ്രോബ്ലം ആയാലും, അക്കോമഡേഷൻ്റെ പ്രോബ്ലം ആയാലും, ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതും വളരെ കുറവാണ്. ഈ പറയുന്ന കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആവട്ടെ, പ്രൊഡക്ഷൻ മാനേജേഴ്സ് ആവട്ടെ, അവർ നമ്മളെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയുള്ളൂ. ആ ക്രൈറ്റീരിയ എന്ന് പറയുന്ന കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കോംപ്രമൈസ് ആണ്. അതിന് നമ്മൾ നോ പറയുമ്പോൾ അവർ നമുക്ക് ചാൻസ് തരില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളിൽ എന്താണ് പ്രതീക്ഷ? എന്താണ്? സ്ത്രീകളെ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട് ഈ ഫീൽഡിൽ. ഒരു സേഫായിട്ടുള്ളൊരു വർക്കിംഗ് എൻവയൺമെൻ്റ് അല്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീ തനിയെ പോയി അഭിനയിക്കുകയാണെങ്കിൽ അവർക്കൊരു സേഫ്റ്റി ഉണ്ടാവില്ല. ഈവൻ പേരൻസിൻ്റെ കൂടെ പോയാലും ഒരു സേഫ്റ്റി ഫാക്ടർ ഇല്ല അവിടെ. നമുക്ക് എവിടെയെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരടുത്ത് പോയി കംപ്ലയിൻറ്റ് ചെയ്യും? നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റിന് നമുക്ക് അമ്മയിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് അവിടെ മെമ്പർഷിപ്പ് ഇല്ല. പിന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനിൽ പോയി നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യും? അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ബിക്കോസ് കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് വിങ് ഉണ്ടാവും. അവിടെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ തന്നെ ടെർമിനേഷനാണ് എംപ്ലോയിക്ക്. പക്ഷേ ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതെ, പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാകും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഈ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്താലും അത് എത്രത്തോളം റിസോൾവ് ചെയ്ത് കിട്ടും നമുക്ക് അറിയില്ല. ശരി സന്ധ്യ, അവസാനമായി ഇപ്പോൾ മുകേഷിനെതിരെ 3 പരാതികളെങ്കിലും ഇതിനകം എത്തിയിട്ടുണ്ട്. അപ്പോൾ ചില പരാതികളിൽ പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ മിനു തന്നെ പരാതി പോലീസിന് കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ FIR ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്ര വർഷങ്ങൾക്കിപ്പുറം പല കേസുകളും പൊങ്ങി വരുന്നു, അല്ലെങ്കിൽ പരാതിക്കാർ പരസ്യമായി തന്നെ രംഗത്ത് വരുന്നു. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് സന്ധ്യ കാണുന്നത്? അന്വേഷിക്കപ്പെട്ട് അത് തെളിയിക്കപ്പെട്ടാൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആരാണ് കൾപ്രിറ്റ്സ് അല്ലെങ്കിൽ ആരാണ് കുറ്റവാളി എന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷിക്കണം. അത് ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ അത് എത്രത്തോളം ശിക്ഷിക്കാൻ പറ്റും അതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ്. നമുക്ക് പ്രതീക്ഷിക്കാം, മേ ബി അതൊരു നല്ലൊരു ജസ്റ്റിസ് കിട്ടുമായിരിക്കും. പക്ഷേ വി ഡോണ്ട് നോ, നമുക്കറിയില്ല. അത് കണ്ടു തന്നെ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയില്ല അത് അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും. ശരി, നമ്മുടെ സമയം കഴിഞ്ഞ ശേഷം ചർച്ച തുടരുകയായിരുന്നു. വളരെ നന്ദി നിജേഷ് അരവിന്ദ്, ഡോക്ടർ B. ജയരാജ്, മിനു മുനീർ, രാഹുൽ ഈശ്വർ, താങ്ക് യു, സന്ധ്യ, ഉഷ ഹസിര ചർച്ചയിൽ പങ്കെടുത്തത്.